ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ആഗസ്റ്റ് 19 വിശുദ്ധ ജോൺ യൂട്ട്സിന്റെ തിരുനാൾ. നോർമണ്ടിൽ റീ എന്ന സ്ഥലത്ത് 1601 നവംബർ 14 ഒരു കർഷകന്റെ മകനായി ജനിച്ചു. ബാലനായ ജോണിന്റെ സ്നേഹവും ക്ഷമയും ദൈവഭക്തിയും അനാദൃശ്യമായിരുന്നു. 14 വയസ്സിൽ ജോൺ കോയിലിലുള്ള ഈശോ സഭക്കാരുടെ കോളേജിൽ പഠിച്ചു. മാതാപിതാക്കൾ ജോണിന് വിവാഹ ആലോചനകൾ നടത്തിയെങ്കിലും ജോൺ ഡെബറുകൾ സ്ഥാപിച്ച ഓറട്ടറിയിൽ ചേർന്നു. 1625 ഡിസംബർ 20 പൗരോഹിത്യ അഭിഷേകം സ്വീകരിച്ചു. 1631 പ്ലേഗിൽ ഫാദർ ജോൺ ത്യാഗപൂർവം രോഗികളെ ശുശ്രൂഷിച്ചു. 1632 ഇടവകകളിൽ ധ്യാന പ്രസംഗങ്ങൾ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ജോലി. നിത്യസത്യങ്ങളെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾ ഫ്രാൻസിൽ ആരംഭിച്ചത് വൻ വിജയമായിരുന്നു. വൈദികരുടെ ജീവിത പരിഷ്കരണത്തിന് സെമിനാരികൾ സ്ഥാപിക്കാൻ അനുവാദം ഇല്ലാത്തതിനാൽ ഈശോയുടെയും മറിയത്തിന്റെയും സഭ എന്ന പേരിൽ ഒരു പുതിയ സഭ സ്ഥാപിച്ചു. ഇടവക ധ്യാനങ്ങൾക്കിടയ്ക്ക് 90 വേശ്യകളുടെ ശോചനീയമായ ജീവിതസ്ഥിതി അദ്ദേഹം മനസ്സിലാക്കി. 1636 അഗതികളായ സ്ത്രീകൾക്ക് ജോൺ ഒരു അഭയകേന്ദ്രം ആരംഭിച്ചു. പിന്നീട് പരിശുദ്ധാത്മാവിന്റെ വിസ്മയാവഹമായ ഹൃദയം എന്ന ഗ്രന്ഥം അദ്ദേഹം എഴുതി. ഈശോയുടെയും മറിയത്തിന്റെയും സ്നേഹമുള്ള ഹൃദയമേ, പരിശുദ്ധ ഹൃദയമേ എന്ന അപേക്ഷകൾ അദ്ദേഹമാണ് ആരംഭിച്ചത്. മറിയത്തിന്റെ വിമല ഹൃദയ തിരുനാൾ 1648 ഈശോയുടെ തിരുഹൃദയത്തിന്റെ തിരുനാൾ 1672 അദ്ദേഹം കൊണ്ടാടി തുടങ്ങി. യൂട്ട്സിന്റെ ജീവിതം സഹനപൂർണമായിരുന്നെങ്കിലും ദൈവസ്നേഹം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ സദാ എരിഞ്ഞുകൊണ്ടിരുന്നു. 79 വയസ്സിൽ 1680 ആഗസ്റ്റ് 19 യൂട്ട്സ് കർത്താവിൽ നിദ്ര പ്രാപിച്ചു. 1925 മെയ് 31 പിയൂസ് 11 മാർപ്പാപ്പ വിശുദ്ധനെന്ന് പ്രഖ്യാപിച്ചു. ഈശോയുടെ തിരുഹൃദയത്തിന്റെയും മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെയും ഭക്തി പ്രചാരകനും 2 സന്യാസ സഭകളുടെ സ്ഥാപകനുമാണ് വിശുദ്ധ ജോൺ യൂട്ട്സ്. വിശുദ്ധ ജോൺ യൂട്ട്സെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ ഇവർക്കു വേണ്ടി എപ്പോഴും
കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവെ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.